തീർച്ചയായും ചർച്ച തുടങ്ങുമ്പോൾ മേരി ടീച്ചർ, അതായത് ഈ വിഷയാസ്പദമായ അല്ല വസ്തുതാപരമായ അല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയ താല്പര്യത്തിലാണോ നമ്മൾ ഈ വിഷയങ്ങളെ കാണുന്നത് എന്നുള്ളതാണ് രഞ്ജിത്ത് കാർത്തികേയൻ മുമ്പോട്ട് വെച്ചത്. അദ്ദേഹത്തിന് ആ താരതമ്യം മനസ്സിലായില്ല എന്നുള്ളതാണ്. ഈ കോർപ്പറേറ്റ് ഇൻകം ടാക്സ് എന്നത് 30-ൽ നിന്ന് 20% കുറയ്ക്കുകയും വിലക്കയറ്റം കൂടുകയും ചെയ്യുന്നത് താങ്കൾ സാധാരണക്കാരെയും ക്രീമി ലെയറും തമ്മിലുള്ള അവർ നേരിടുന്ന പ്രശ്നങ്ങളെ താരതമ്യം ചെയ്ത് സംസാരിച്ചതാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അതിൻ്റെ ആ ഒരു കമ്പാരിസൺ മെത്തഡോളജി, അതിൻ്റെ ഒരു രീതിശാസ്ത്രം അദ്ദേഹത്തിന് പിടികിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തിന് കിട്ടേണ്ടതാണ്. അദ്ദേഹം അത് അഭിനയിക്കുന്നതായിരിക്കും പിടികിട്ടിയില്ലെന്ന്. കാരണം ഒരു കാര്യം മാത്രം ഓർത്താൽ, താങ്കൾ തന്നെ നേരത്തെ ആദ്യം സൂചിപ്പിച്ചിരുന്നു, എപ്പോൾ ഗ്രോത്ത്, ഇപ്പോൾ GDP-യിൽ 6%, 7%, 9% ഗ്രോത്ത് ഉണ്ടാകുന്നത് വലിയ കാര്യമാണ്. ലോകരാഷ്ട്രങ്ങൾ അത് എടുത്തു കാണിക്കും. പക്ഷേ ഈ ഗ്രോത്ത് വികസനമാകുന്നത് എപ്പോഴാണ്? ഗ്രോത്ത് മസ്റ്റ് ബിക്കം ഡെവലപ്മെന്റ്. അതാണ് ഗ്രോത്ത് വികസനമാകണം, വളർച്ച വികസനമാകണമെന്ന് താങ്കൾ നേരത്തെ അത് സൂചിപ്പിച്ചതാ. പിന്നെ ഒരു പിതാവിന്റെ പേര് പറഞ്ഞിട്ട്. അപ്പൊ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഗ്രോത്ത് വികസനമായി മാറുന്നത് അപ്പൊ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുമ്പോഴാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഇനീക്വാളിറ്റി ഇന്ത്യയില് 2012-നും 2018-നും ഇടയ്ക്ക് വന്നിരിക്കുന്നു എന്ന് 2018-ല് തോമസ് പിക്കറ്റി, ഒരു ഫ്രഞ്ച് എക്കണോമിസ്റ്റ് ആണ്, അദ്ദേഹം ഇന്ത്യയിലെ അസമത്വ വളർച്ചയെ 1920 മുതലുള്ള അസമത്വ വളർച്ചയെ പറ്റി ചെയ്തിരിക്കുന്ന അസമത്വത്തെ പറ്റിയുള്ള ഒരു ബുക്കുണ്ട് അദ്ദേഹത്തിന്റെ. ആ ബുക്കിലാണ് 2018-ൽ പ്രസിദ്ധീകരിച്ചത്. ആ ബുക്കിലാണ് അദ്ദേഹം പറയുന്നത് 2012-നും 2018-നും ഇടയ്ക്കാണ് ഇന്ത്യയിലെ അസമത്വ വളർച്ച ഏറ്റവും കൂടുതലായത്. നമുക്ക് എക്സാമ്പിൾ തേടി വേറെ എവിടെയും പോകണ്ട. അദാനി 27-ാം സ്ഥാനത്തായിരുന്നു ലോക സമ്പന്നരിൽ BJP ഗവൺമെന്റ് ഭരണത്തിൽ വരുമ്പോൾ. പക്ഷെ ഇപ്പോ അതിനുശേഷം അദ്ദേഹം 1-ാം സ്ഥാനത്തെത്തി. പിന്നെ ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്നപ്പോൾ അദ്ദേഹം 7-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. അദ്ദേഹത്തിന്റെ സ്റ്റോക്ക് മാർക്കറ്റിലെ അദ്ദേഹത്തിന്റെ ഇതൊക്കെ മൂക്കുകുത്തി അതുകൊണ്ട്. പക്ഷെ പിന്നെ ഇപ്പൊ സുപ്രീം കോടതി അത് സെബി അന്വേഷിച്ചാൽ മതി, കോടതി അതായത് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും പറഞ്ഞ് ഫയൽ ചെയ്ത കേസ് മാറ്റിക്കൊണ്ട് സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അന്വേഷണം നടത്തിയാൽ മതി എന്ന് സുപ്രീം കോടതി ഒരു ഓർഡർ ഇട്ടതോടുകൂടി വീണ്ടും കുതിച്ചു കയറി. അങ്ങനെ ഇപ്പൊ വീണ്ടും അയാൾ 1-ാം സ്ഥാനത്തെത്തി. അപ്പൊ ഈ 27-ാം സ്ഥാനത്ത് നിന്ന് 1-ലെത്തുന്നു, 1-ൽ നിന്ന് 7-ലേക്ക് പോകുന്നു, വീണ്ടും 1-ലേക്ക് വരുന്നു. ഈ കളികള് ഇതൊക്കെ സ്റ്റോക്ക് മാർക്കറ്റ് കളികളാണ്. അതിനെപ്പറ്റി എനിക്ക് ഒത്തിരി പറയാനുണ്ട്, പക്ഷെ ഇപ്പൊ അതിന്റെ സമയമല്ലല്ലോ. അപ്പൊ ശ്രീ രഞ്ജിത്ത് കാർത്തികേയന് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയൊക്കെ നന്നായിട്ട് പഠിക്കണം. എന്തുകൊണ്ടാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ട് എന്താണ് പറയുന്നത്? അപ്പൊ ഇവിടുത്തെ ഇൻകം കോൺസെൻട്രേഷൻ അസമത്വ സർവേ, ഓക്സ്ഫാമിന്റെ അസമത്വ സർവേ കഴിഞ്ഞ ജനുവരിയിലാണ് വന്നത്. ആ അസമത്വ സർവേയിൽ എന്താണ് പറയുന്നത്? അപ്പൊ ഇവിടെ ഗ്രോത്ത് ഉണ്ടാകുന്ന ഗ്രോത്ത് കുറച്ചു പേരിലേക്ക് കേന്ദ്രീകരിച്ചു പോകുന്നു, അത് സാധാരണക്കാരിലേക്ക് എത്തുന്നില്ല. അത് നേരത്തെ നമ്മളൊക്കെ പറഞ്ഞതുപോലെ ഒരുപാട് സ്കീംസ് ഉണ്ട്. അപ്പൊ ഉദാഹരണത്തിന് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന സ്കീം എടുക്കുക. സുപ്രീം കോടതിയിൽ ഒരു ഫയൽ ചെയ്തു, ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഫയൽ ചെയ്ത് അവർ പറഞ്ഞു ഇത് മുഴുവൻ അഡ്വർടൈസ്മെന്റിന് വേണ്ടി ചെലവഴിക്കുന്നു, 80% അഡ്വർടൈസ്മെന്റിന് വേണ്ടി എന്ന് ചെലവഴിക്കുന്നു എന്ന് പറഞ്ഞു. അവരുടെ അഡ്വക്കേറ്റ് അത് കൃത്യമായിട്ട് തെളിയിക്കുകയും ചെയ്തു. അപ്പൊ സുപ്രീം കോടതി ചോദിച്ചു, പിന്നെ എന്താണ് ഈ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറഞ്ഞാല് അത് കുട്ടികളിലേക്ക്, പെൺകുട്ടികളിലേക്ക് എത്തുന്നില്ല. അതുപോലെ തന്നെയാണ് നാരികളെ ചേർത്ത് പിടിക്കുമെന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ചു, 96 മുതൽ പാർലമെന്റിൽ കിടന്ന് അടിക്കുന്ന ഒരു ബില്ലാണ് സംവരണ ബില്ല്. അന്നൊന്നും UPA ഗവൺമെന്റിന് അത് ഒറ്റയ്ക്ക് പാസ്സാക്കാൻ പറ്റില്ല, അവരുടെ ഘടക കക്ഷികൾ അതിനെതിരായിരുന്നു. അതുകൊണ്ട് അതായത് UPA 2ാം ഗവൺമെന്റ് രാജ്യസഭയിൽ അവർക്ക് സിംഗിൾ ഭൂരിപക്ഷം ഉണ്ടായിരുന്നുകൊണ്ട് അവിടെ അത് പാസ്സാക്കി. പക്ഷെ അപ്പോഴും ലോകസഭയിൽ പാസ്സാക്കാൻ പറ്റിയില്ല, UPAക്ക് കോൺഗ്രസിന് സിംഗിൾ ഭൂരിപക്ഷം ഇല്ലാതിരുന്നത് കൊണ്ട്. ഇനി BJP വന്നപ്പോ ആദ്യ BJP ഗവൺമെന്റിന് തന്നെ ആ ബില്ല് പാസ്സാക്കാമായിരുന്നു, പാസ്സാക്കിയില്ല. എന്തുകൊണ്ട് പാസ്സാക്കിയില്ല? അവർക്ക് ഇഷ്ടമില്ല സ്ത്രീകൾക്ക് സംവരണം കൊടുക്കണേ, അതുകൊണ്ട് തന്നെ. കാരണം അവരൊന്ന് ലോകസഭയിൽ പാസ്സാക്കിയിരുന്നെങ്കിൽ രാജ്യസഭയിൽ പാസ്സാക്കിയത് നള്ളിഫൈഡ് ആയിട്ടില്ല, അപ്പോ അത് കൃത്യമായിട്ട് നിലവിൽ വന്നേനെ. ഇനി 1-ാം BJP ഗവൺമെന്റിന് ലോകസഭയിലാണ്
എന്താ മേജർ മജോറിറ്റി ഉണ്ടായിരുന്നു, ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് രാജ്യസഭയിൽ ഇല്ലായിരുന്നു. രണ്ടാം പിന്നെ BJP ഗവൺമെന്റിലേക്ക് വന്നാലോ അവർക്ക് ലോകസഭയിലും രാജ്യസഭയിലും ഒറ്റയ്ക്ക് മജോറിറ്റി ഉണ്ടായിരുന്നു BJPക്ക്. അപ്പൊ ആ മജോറിറ്റി ഉപയോഗിച്ച് അവർക്ക് ഇത് പിന്നെ രാജ്യസഭയിലും ലോകസഭയിലും പാസ്സാക്കി നടപ്പാക്കാമായിരുന്നു 2024 ഇലക്ഷന്. എന്തുകൊണ്ട് ചെയ്തില്ല? അതിനെ കോവിഡിന് പഴിച്ചായിരുന്നു. 2021 സെൻസസ് നടന്നില്ലെന്ന് പറയുന്നു. സെൻസസ് 2021 കോവിഡ് കഴിഞ്ഞപ്പോൾ നടത്താമായിരുന്നു. അതിനുള്ള ഇനീഷ്യേറ്റീവ് എടുത്തില്ല. എന്ന് വെച്ചാൽ മറച്ചു വെക്കാനുള്ളതൊക്കെ മറച്ചു വെക്കണം. അങ്ങനെ പൊക്കി പറയാൻ, അതായത് പൊങ്ങച്ചം പറയുക. ആ പൊങ്ങച്ചം പറയലാണ് ഇപ്പോൾ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ഖ്യാതി സൃഷ്ടിക്കാനുള്ള ശ്രമം. അപ്പൊ അങ്ങനെ പിന്നെ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാനുള്ളത് ഈ പറഞ്ഞതുപോലെ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളും ആ നിലവാരത്തിലാണ് നിൽക്കുന്നത് ഇപ്പോൾ, അതായത് മുഖം മിനുക്കൽ നിലവാരത്തിൽ. അതുകൊണ്ടാണ് ഇങ്ങനെ കോ ബ്രാൻഡിങ്, എന്തൊരു അപഹാസ്യമാണ് കോ ബ്രാൻഡിങ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കേണ്ട പണം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാതിരിക്കും. അപ്പൊ ഇതുപോലെയാണ് ഇതൊക്കെ നടത്തുമ്പോഴാണ്. അതുപോലെ കോർപ്പറേറ്റ് രംഗത്തെ കാര്യം പറഞ്ഞു രഞ്ജിത്ത് കാർത്തികേയൻ. കോർപ്പറേറ്റ് രംഗം എങ്ങനെ കിടന്നതാണ്? നേരെ ഈ പിന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും ഇല്ലായിരുന്നു, നമുക്ക് ഡാംസ് ഇല്ലായിരുന്നു. അങ്ങനെയുള്ളൊരവസ്ഥയിൽ നിന്ന് ഒന്നിൽ തുടങ്ങി കൊണ്ടുവന്നാണ് എല്ലാ ഡാമിന്റെ പേര് തന്നെയാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളിയോ ക്ഷേത്രമോ അല്ലെങ്കിൽ സ്റ്റാച്യുവോ അല്ല, ഡാമിന്റെ പേരാണ് ടീച്ചർ പറഞ്ഞത്. അത് നെഹ്റുവുമായി ബന്ധപ്പെടുത്തി തന്നെ നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. ആ ആദ്യത്തെ 17 കൊല്ലത്തിലെ ദിശ, അത് ഏതർത്ഥത്തിലാണ് വികസിച്ചത് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ക്രക്സാണ് ടീച്ചർ സൂചിപ്പിച്ചത്. അപ്പോൾ രഞ്ജിത്ത് കാർത്തികേയൻ, ഇപ്പോൾ നടക്കുന്നത് ക്രോണിക് ക്യാപിറ്റലിസമാണ്, ഈ ചെങ്ങാത്ത മുതലാളിത്തമാണ്. 1, 2, 3, 4 വരുന്നവരെ കാട്ടി രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച കാണിക്കുന്നു. അത് സാധാരണക്കാരിലേക്ക് കൃത്യമായി വിതരണം ചെയ്യുന്നില്ല, പരാജയമുണ്ട്. ജീവിത നിലവാരം ജനങ്ങളുടേത് താഴ്ന്നു പോകുന്നു, വിലക്കയറ്റം കുതിക്കുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള വസ്തുതകളും യാഥാർത്ഥ്യങ്ങളും ഇവിടെ നിലനിൽക്കുകയാണ്. കാണിക്കാൻ നിങ്ങൾക്ക് 25 കോടി ആളുകളെ അവസരങ്ങൾ മാറ്റിയെടുത്തു എന്ന് ഉള്ള ഒരു നമ്പർ വരുമ്പോൾ ചില നമ്പറുകൾ നമുക്ക് വിശ്വസിക്കാനും ചില നമ്പറുകൾ വിശ്വസിക്കാതിരിക്കാനും ഉള്ള ഒരു സെലക്റ്റീവ് ഇത് എനിക്കറിയില്ല. എന്തായാലും എനിക്ക് ഒരു മിനിറ്റ്, അതായത് എനിക്ക് തോന്നുന്നു നമ്മൾ വളരെ മാറിപ്പോകുന്നു, നമ്മുടെ ചർച്ചകളുടെ ഒരു രീതി മാറിപ്പോകുന്നു. കാരണം ഈ പറയുന്ന പോലെ ഒരു നെഹ്റു ആണോ മോദിയാണോ എന്നൊക്കെ പറയുന്ന രീതിയിൽ നിന്ന് മാറിയിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്തൊക്കെയാണ് നമ്മൾ ഇപ്പൊ ഈ എക്കണോമിക് റിവ്യൂ ടീച്ചർ കണ്ടു കാണുമല്ലോ, ഇന്ത്യൻ എക്കോണമിയെ പറ്റിയ റിവ്യൂ കഴിഞ്ഞ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സർവേ ഇന്ത്യൻ എക്കോണമി റിവ്യൂ എന്ന് പറഞ്ഞിട്ട് എക്കണോമിക് ഡിവിഷൻ ഇന്നലെ ഇറക്കിയിരുന്നു, ജാനുവരി 2024. അപ്പോൾ അതിനകത്ത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയകളെ പറ്റിയൊക്കെ വളരെ ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫോക്കസ് നമുക്ക് എക്കോണമിയിലേക്ക് വരാം, നമുക്ക് രാഷ്ട്രീയം പിന്നൊരിക്കലാകാം. അപ്പോൾ അതിനൊന്ന് മോഡറേറ്റ് ചെയ്യുകയും വേണം എന്ന് ഞാനൊന്ന് അഭ്യർത്ഥിക്കുന്നു. കാരണം നമ്മളൊരു പുതിയ രീതിയിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന ചലഞ്ചസ് എന്താണ്, ആ ചലഞ്ചസിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്ത് കാണുന്ന 3-4 ചലഞ്ചസ് ഇവർ പറയുന്നുണ്ട്. ഒന്ന്, ഒരു ഡീഗ്ലോബലൈസേഷൻ, ഹൈപ്പർ ഡീഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് പോകുന്നു. അപ്പം നാച്ചുറലി നമ്മുടെ ഒരു ഭാരതത്തിനുണ്ടാകുന്ന, നമ്മളിപ്പം വളരെ ശക്തമായി ഈ മാനുഫാക്ചറിങ്ങും മറ്റുമൊക്കെ ഭാരതത്തിലേക്ക് കൊണ്ടുവരണം എന്ന് പറയുന്ന സമയത്ത് ഈ ക്രോസ് ബോർഡർ ചെയ്യുന്ന ട്രേഡിനെ അഫക്റ്റ് ചെയ്യാനൊക്കുന്ന ഒരു കാര്യമാണ് ഈ ഡീഗ്ലോബലൈസേഷൻ. ഇതിനെപ്പറ്റി ഒരു ചലഞ്ചായിട്ട് അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. രണ്ടാമത്തെ പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഏതാണ്ട് 40% ആളുകളുടെ തൊഴിൽ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഒരു ചലഞ്ച് നമുക്കുണ്ട്. അതുപോലെ തന്നെയാണ് ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ ക്ലീൻ എനർജി ട്രാൻസിഷൻ. ഈ ഫോസിൽ ഫ്യൂവലിൽ നിന്ന് ക്ലീനർ എനർജിയിലേക്ക് പോകുന്നതിൻ്റെ ഒരു രീതി. അങ്ങനെ ഈ 3 കാര്യങ്ങളെ പറ്റി നമ്മൾ എന്താണ്
ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനെപ്പറ്റി നമ്മുടെ ബഡ്ജറ്റിനകത്ത് എന്തൊക്കെ ഒരു ചേഞ്ചസ് അല്ലെങ്കിൽ എന്തൊക്കെ പോളിസി ഇന്റർവെൻഷൻസ് വരും എന്നതിനെപ്പറ്റി നമ്മൾ ഡെഫിനറ്റായിട്ട് ചർച്ച ചെയ്യണം. കാരണം ഇന്ന് ഭാരതത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ കേരളത്തിലെ മാത്രം നമുക്ക് എടുക്കാം. കേരളത്തിലെ ഒരു തൊഴിൽ രംഗത്ത് വളരെ വലിയ ഇന്റർവെൻഷൻ ഉണ്ടാക്കിയ ഒരു മേഖലയാണ് IT, കമ്പ്യൂട്ടർ. അതിനകത്ത് ഇവിടെ നടക്കുന്നത് കൂടുതലും സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിനേക്കാൾ ഇവിടെ നടക്കുന്ന കോഡിങ്ങും ബാക്ക് ഓഫീസ് വർക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പം കേരളം വളരെ ശക്തമായിട്ട് നോക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് അവിടെ എങ്ങനെ നമുക്ക് അപ്സ്കില്ല് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കുള്ള പോളിസി ഇന്റർവെൻഷൻ. നമുക്ക് ഇനി ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് കേരളത്തിന്റെ ബഡ്ജറ്റ് വരികയാണ്. അപ്പം നമ്മുടെ ഒരു ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് കേരളത്തിലെ ആളുകളുടെ ഒരു അപ്സ്കില്ലിങ്. കാരണം ജോബ് ലോസും കാര്യങ്ങളെ പറ്റിയൊക്കെ വളരെ ശക്തമായിട്ട് പറയുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഒരു AI ഇന്റർവെൻഷൻ ആണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതിനെ മറികടക്കുന്ന തൊഴിൽ നഷ്ടമാകാതെ AI എങ്ങനെ ഉപയോഗിക്കാവുന്ന ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്ന് എന്നുള്ളതൊക്കെയാണ് പരിശോധിക്കുന്നത്. ശ്രീതെങ്കപ്പള്ളി അത്തരം കാര്യങ്ങൾ കൂടി കാണണം. നിങ്ങൾ ഈ കക്ഷി രാഷ്ട്രീയം കാണാം. ഇതാണ് രഞ്ജിത്ത് കാർത്തികേയൻ മുമ്പോട്ട് വെച്ചത്. ഇപ്പോൾ ബജറ്റ് അവതരണത്തിന്റെ മുന്നോടിയായി നിർമ്മലാ സീതാരാമൻ ഈ പാർലമെന്റിലേക്ക് പോകുന്നതിന് മുമ്പ് സാധാരണഗതിയിൽ ധനമന്ത്രിമാർ കാണിക്കുന്നത് പോലെ പെട്ടി ഉയർത്തി കാണിക്കുന്ന, പഴയ പെട്ടിയല്ല, ഇപ്പോൾ ഒരു ഡിജിറ്റൽ മാതൃകയിലുള്ള ഉയർത്തി കാണിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ അതുകൂടി തത്സമയം നാം കാണുകയാണ്. നിർമ്മലാ സീതാരാമൻ അല്പസമയത്തിനകം ബജറ്റ് അവതരിപ്പിക്കാനായി പോകുന്നു. ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നതിന് മുമ്പുള്ള ഒരുക്കങ്ങൾ, ഒരു കൺവെൻഷനലായ ഫോട്ടോ, ദൃശ്യങ്ങൾ കൂടിയാണ് നാം കാണുന്നത്. എല്ലാ ധനമന്ത്രിമാരും സാധാരണഗതിയിൽ ഇങ്ങനെ ബജറ്റ് അവതരിപ്പിക്കാനായി പോകുമ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവർ ഉയർത്തി കാണിക്കാറുണ്ട്. അതാണ് ഇപ്പോൾ നാം കാണുന്നത്. അതായത് ഏതാനും നിമിഷങ്ങൾക്കകം ബജറ്റ് അവതരണം തുടങ്ങുമെന്നതിൻ്റെ സൂചന കൂടിയായി ഇതിനെ കാണാം. നിർമ്മലാ സീതാരാമൻ. ഇനി നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് തന്നെ ചർച്ചയിലേക്ക് എത്താം. അതുകളെ കാട്ടൂ. ശ്രീ തെങ്ങുംപള്ളി, ഇതിനകത്ത് വെല്ലുവിളികളുണ്ട്. ആ വെല്ലുവിളികൾ പല വിധത്തിലാണ്. ആധുനിക ലോകത്തെ വെല്ലുവിളികളായി എത്തുന്ന ഇത് സാധ്യതകളുടെ കൂടി മുഖമുള്ളതാണ്. AI പോലെയുള്ള, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള അത് വരുമ്പോൾ എങ്ങനെയാണ് ഈ തൊഴിൽ നഷ്ടങ്ങൾ ഉണ്ടാകാതെ അതിന് കൂടുതൽ സ്കിൽ ഓറിയൻറ്റഡായി മാത്രം കാര്യങ്ങളെ കാണാവുന്നതാണ്. അപ്പോൾ അതിനെ എങ്ങനെ പുരോഗമിപ്പിക്കാം? ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള വെല്ലുവിളികളെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അതിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ ഊന്നി നിന്നുകൊണ്ട് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു എക്കണോമിയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കൺസിസ്റ്റൻ്റ് ഗ്രോത്ത്, അതായത് ഒരു സ്ഥായിയായ സാമ്പത്തിക വളർച്ച അടയാളപ്പെടുത്താനായെന്നൊക്കെയാണ് രഞ്ജിത്ത് കാർത്തികേയൻ അവകാശപ്പെടുന്നത്. ലോകത്തെയും മറ്റ് രാജ്യങ്ങളെയുമായി കമ്പയർ ചെയ്യുന്ന ആ മെത്തഡോളജി, ആ രീതിശാസ്ത്രം പോയി ഡാറ്റ കുക്കിങ്ങിൻ്റെ രീതിയിലേക്കൊക്കെ വരുന്നു എന്ന് മേരി ടീച്ചർ അതിൻ്റെ വസ്തുതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞിരുന്നു, അതിന് ഉദാഹരണങ്ങളായി. പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പോഴത്തെ വസ്തുതകളും യാഥാർത്ഥ്യങ്ങളുമായി സംവദിക്കുന്നതിൻ്റെ വെല്ലുവിളികളെ ഏറ്റെടുക്കാൻ തയ്യാറാണ് ഈ സർക്കാർ, മോദി സർക്കാർ. അതുതന്നെയാണ് ഈ ബജറ്റിലും കാണാൻ പോകുന്നതെന്നാണ് രഞ്ജിത്ത് കാർത്തികേയൻ ആത്മാർത്ഥമായും വിശ്വസിക്കുന്നത്. ശ്രീ തെങ്ങുംപള്ളി, ഈ അടക്കം ഉള്ള കടന്നുവരവിൽ തൊഴിൽ നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്കയോട് ഞാൻ ചേർന്ന് നിൽക്കുകയാണ്. കാരണം ഈ രാജ്യത്ത് 100 ജോലി ഉണ്ടെന്ന് ഇരിക്കുക. 100 ജോലിയിൽ 40 ജോലി ഇവരുടെ പിടപ്പ് കേടുകൊണ്ട് നഷ്ടപ്പെട്ടു പോയി. 100 ജോലി ക്രിയേറ്റ് ചെയ്യാവുന്നിടത്ത്, ജോബ് ക്രിയേഷൻ നടത്താവുന്നിടത്ത് ഇവർ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് 40ഓളം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാതാക്കി കളഞ്ഞു. ഇപ്പം ബാക്കി 60 ഉള്ളൂ. അതിന് AI വന്ന് 40 കൂടെ പോയാൽ ബാക്കി 20 ഉള്ളെന്നുള്ള അവസ്ഥ ഉണ്ടാവും. ഒരു ജനറേഷൻ ഷിഫ്റ്റിംഗ് ഇവിടെ നിന്നുണ്ടാവുന്നുണ്ട്. അതിനെപ്പറ്റി ഇവർക്ക് ചർച്ച ചെയ്യണ്ടേ? 20% വരുന്ന ഇവിടുത്തെ ജനറേഷൻ ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു മറ്റു രാജ്യങ്ങളിലേക്ക്. പണ്ടത്തെ അവസ്ഥയല്ല. പണ്ട് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ അവിടെ സേവിങ്സിനപ്പുറത്തേക്ക് മറ്റ് സാധ്യതകൾ ഇല്ലാത്തതുകൊണ്ട് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ അടക്കം, അവിടുത്തെ ഒരു എന്റർടൈൻമെന്റ് രീതി അടക്കമുള്ളതിൻ്റെ അകത്ത് വലിയ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് സ്വാഭാവികമായും അവിടെ നിന്ന് കുറെ പണം സേവ് ചെയ്യും, അത് നാട്ടിലേക്ക് അയക്കും, അല്ലെങ്കിൽ തിരിച്ചു വന്ന് ഇവിടെ ഒരു വീട് വെക്കാൻ വേണ്ടി പോകുന്ന ഒരു ജനറേഷൻ ഷിഫ്റ്റിംഗ് ആയിരുന്നു ഇവിടെ നിന്ന് ഉണ്ടായിരുന്നതെങ്കിൽ അത് നമ്മുടെ രാജ്യത്തിന് ഗുണം ചെയ്യും. കാര്യം വിദേശ നാണയങ്ങൾ കൂടുതലായി ഇന്ത്യയിലേക്ക് വരും, വിനിമയ നിരക്ക് നമുക്ക് കൂടുതൽ പ്രൊജക്ട് ചെയ്യാൻ പറ്റും, അങ്ങനെ പല കാര്യങ്ങളിൽ നമുക്ക് പ്രയോജനമുണ്ടാവും. പക്ഷെ ഇപ്പോൾ ഉണ്ടാകുന്ന ജനറേഷൻ ഷിഫ്റ്റ് എങ്ങോട്ടാണ്? യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ്. പോകുന്നവൻ തിരിച്ചു വരാനേ താല്പര്യപ്പെടുന്നില്ലെന്നേ. പോകുന്നവൻ ഇവിടുത്തെ രാംലല്ലയും ഗ്യാൻവാബിയൊക്കെ അവിടെ ഇരുന്ന് കണ്ടുകൊണ്ട് അടുപ്പിൽ അരി വേവില്ല എന്നുള്ള ബോധമുള്ളവനാണ് ഇവിടെ നിന്ന് പോകുന്നത്.
അങ്ങനെ പോകുന്നവൻ രാമനൊരു ക്ഷേത്രം നല്ലതാണ്, തീർച്ചയായും അത് അതിൻ്റെ വിശ്വാസം ഉള്ളവർക്ക് വളരെ നല്ലതാണ്. ഇത് വിശ്വാസമില്ലാത്തവർക്ക് പോലും അത് നല്ലതാണ്, അത് കാണാം. പക്ഷേ ഈ അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന എക്കണോമിക് ഗ്രോത്തിനെ കുറിച്ചും പറഞ്ഞു. പക്ഷേ അതിന് തൊട്ട് മുമ്പ് ആ ക്ഷേത്രം ഉണ്ടാക്കാനായി രാജ്യത്ത് ഉടനീളം നടന്ന കലാപങ്ങൾ, എത്ര പേർ മരിച്ചു, അതൊന്നും എക്കണോമിക്സിന്റെ പരിധിയിൽ വരില്ലേ? മാത്രമല്ലല്ലോ ഇപ്പൊ മണിപ്പൂരിലേക്ക് പോകണ്ടേ, മണിപ്പൂരിനെ പറ്റി ചർച്ച ചെയ്യണ്ടേ? മണിപ്പൂരിലേക്ക് പോകണം. 2004 അവിടുത്തെ നിയമസഭ. 2004 വാജ്പേയി ഭരിക്കുമ്പോഴാണ് നിയമസഭയ്ക്ക് എത്തിയിടുന്നത്. ഇവർ ഭരിച്ചിരുന്ന കാലത്ത് എന്നൊക്കെ രാജ്യാധികാരം ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ടോ, അന്നൊക്കെ അതിർത്തിയിൽ വെടിശബ്ദം കേട്ടു എന്ന് നമ്മൾ വായിച്ചിട്ടില്ലേ? അതുപോലെ എന്നൊക്കെ ഇവരുടെ അധികാരങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ടോ, പെട്രോളിയം പ്രൈസസ് ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ടോ, ഇവിടെ ജോബ് ഓപ്പർച്യൂണിറ്റി കുറയുന്ന ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ടോ, അന്നൊക്കെ ഒന്നെങ്കിൽ രാമൻ വരും, ഇല്ലെങ്കിൽ അർജുനൻ വരും, ഇല്ലെങ്കിൽ ശത്രുഘ്നൻ വരും, ആരെങ്കിലും ഒക്കെ ഇവർ കൊണ്ടുവരും. നോക്കൂ, ഏത് രാമന്, ഇപ്പൊ രാമന്റെ അതല്ല നമ്മുടെ വിഷയം എങ്കിൽ പോലും പെട്ടെന്ന് പറയാം. രാമൻ, ഏത് രാമനെയാണ് നമുക്കറിയാവുന്നത്? എനിക്കറിയാവുന്ന ഒരു രാമൻ ഭരതൻ ആവശ്യപ്പെടുമ്പോൾ തന്റെ ആ രാജ്യാധികാരവും എല്ലാ അധികാരങ്ങളും അനിയനെ ഏൽപ്പിച്ച് എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോകുന്ന ഒരു രാമനെയാണ് നമുക്ക് പരിചയം. അല്ലാതെ രാമന്റെ പേര് പറഞ്ഞ് അധികാരം പിടിക്കാൻ നടക്കുന്ന നരേന്ദ്രനെ എനിക്ക് പരിചയമില്ല. എനിക്കറിയാവുന്ന രാമൻ, ചെറുപ്പം തൊട്ട് മുത്തശ്ശി കഥകളിൽ ഞാൻ കേട്ട് വളർന്ന രാമൻ, രാജ്യാധികാരമേ വേണ്ട എന്ന് പറഞ്ഞ് എനിക്കിതൊന്നും വേണ്ട, നിങ്ങൾ എടുത്തോ, ഇതൊന്നും എന്റെ ലക്ഷ്യമേ അല്ല എന്ന് പറഞ്ഞ് വനവാസത്തിന് ഇറങ്ങിപ്പോകുന്ന ഒരു മര്യാദ രാമനെയാണ്. അതോടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ ഒരു രീതി എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. രാഹുൽ ഗാന്ധി അതുപോലെ വനവാസത്തിന് പോകേണ്ടി വരുമെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ആയിക്കോട്ടെ. ഞങ്ങൾ ഇന്ദിരാഗാന്ധി തോറ്റുപോയിട്ടുണ്ടെന്നേ. 77 ഇന്ദിര തോറ്റു കഴിഞ്ഞിട്ട് ബെലിച്ചിയിലേക്ക് ഒരു യാത്രയുണ്ട് അവരുടെ. കൊടുങ്കാറ്റ് പോലെയാണ് മടങ്ങി വന്നത് കേട്ടോ. അതുപോലെ ഒരു ബെലിച്ചി മൂവ്മെന്റുമായിട്ടാണ് അദ്ദേഹം ഇറങ്ങിയിരിക്കുന്നത്. കൊടുങ്കാറ്റ് ആഞ്ഞടിക്കാൻ അതൊന്ന് രൂപപ്പെടാൻ ഇച്ചിരി സമയമെടുക്കും. പക്ഷെ ആഞ്ഞടിക്കുമ്പോൾ മുഴുവൻ തകർത്ത് ഇറങ്ങി പോകും എന്നുള്ളത് ഓർത്തോളൂ. 2 സീറ്റുമായി പാർലമെന്റിൽ ഇരുന്നവരാണ് ഈ കഥ പറയുന്നത്. ഞാൻ അതിനെ അപമാനിക്കുന്നില്ല. 2ൽ നിന്ന് നിങ്ങൾ വളർന്നു, നല്ല കാര്യം. നാളെ നിങ്ങൾ വീണ്ടും 2ലേക്ക് പോകട്ടെ എന്ന് ഞാൻ നിങ്ങളെ ആശംസിക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിച്ചു, ഈ ജനറേഷൻ ഷിഫ്റ്റിങ്ങിനെ നിങ്ങൾക്ക് അഡ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? യൂറോപ്യൻ നേഷൻസിലേക്ക് പോകുന്ന ജനറേഷൻ അവർ തിരിച്ചു വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അവരവിടെ ഉണ്ടാക്കുന്ന അതൊരു മാൻ പവർ ലോസ്റ്റ് ആണ്. അതിനെക്കുറിച്ച് നമുക്ക് ഈ ശ്രീ നായരിനോട് ചോദിക്കാം, ശ്രീ SS നായരോടൊന്ന് ചോദിക്കാം. ശ്രീ SS, എങ്ങനെയാണ് ഈ മാൻ പവർ ലൂട്ടിങ്, അല്ലെങ്കിൽ എന്താണ് അതിന് പറയുന്ന മാനവ വിഭവശേഷിയുടെ ശോഷണം തന്നെയാണ് ഈ കുടിയേറ്റം എന്ന് കാണുന്നു? പക്ഷേ എനിക്ക് മറ്റൊരു അഭിപ്രായം ഉണ്ട് അതിനെക്കുറിച്ച്, എങ്കിൽ പോലും തെങ്ങുംപള്ളി അങ്ങനെ കാണുന്നു. അത് ഒരുപക്ഷെ ഇവിടുത്തെ AI അടക്കമുള്ള സാധ്യതകൾ കൂടുതലായി എത്തുമ്പോൾ ഉണ്ടാകുന്ന തൊഴിൽ നഷ്ടങ്ങൾ, ഇതൊക്കെ ഇവിടുത്തെ എക്കണോമിയെ ബാധിക്കുകയും മാൻ പവർ കൂടി അങ്ങ് അപ്പുറത്തേക്ക് പോകുന്നു, മാനവ വിഭവശേഷി കൂടി അങ്ങ് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതൊക്കെ വലിയ വലിയ വെല്ലുവിളിയാണോ ശ്രീ SS നായർ? ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പായിട്ട് 1-2 കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കുറച്ച് നേരമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. ഇന്ത്യൻ ഒരു രാഷ്ട്രീയ അതെ ഒരു അൺഫോക്കസ്ഡ് ഡിസ്കഷനായിട്ട് പോകുന്ന പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇവിടെ ഒരു കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, താറുമാറായ ഇന്ത്യൻ എക്കണോമി എന്നുള്ളൊരു പദം ഇവിടെ ആരും സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷെ അതിനോട് ഞാൻ തികഞ്ഞ വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഈ ചർച്ച ആരംഭിക്കുന്നത് തന്നെയാണ്. എക്കണോമിയെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ പറയാം. ലോകരാഷ്ട്രങ്ങൾ പോലും അംഗീകരിക്കുന്ന ചില സത്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ കോവിഡ് 1ാമത്തെ ഫേസും 2ാമത്തെ ഫേസും 3ാമത്തെ ഫേസും ഒക്കെ ഉണ്ടായ കാര്യം താങ്കൾക്കറിയാം. കോവിഡ് 1ാമത്തെ ഫേസ് ഉണ്ടായ സന്ദർഭത്തിൽ ഒരിക്കൽ ലോക്ക്ഡൗൺ വന്നപ്പോൾ 21 ദിവസം ലോക്ക്ഡൗൺ നടത്തിയ സന്ദർഭത്തിൽ 36,000 കോടി രൂപയാണ് ഓരോ ദിവസവും ഭാരതത്തിന് നഷ്ടപ്പെട്ടത്. ലോകം മുഴുവൻ ഈ കോവിഡ് വ്യാപിച്ച സന്ദർഭത്തിൽ OECD രാഷ്ട്രങ്ങളും അതുപോലെ തന്നെ മേജർ എക്കണോമീസും ഒക്കെ തകർന്ന് തരിപ്പണമായ കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. ആദ്യം 1ാമത്തെ ഫേസ് വന്നപ്പോഴും നമ്മുടെ GDP പെട്ടെന്ന് താഴ്ന്നു, 4.5% മാറി. 2ാമത്തെ കോവിഡ് വന്നപ്പോഴേക്കും നമ്മുടെ GDP -7.6 പോയി. 3ാമത്തെ കോവിഡ് കഴിഞ്ഞ്
പോസ്റ്റ് കോവിഡ് സാഹചര്യം വന്നപ്പോൾ നമ്മുടെ എക്കണോമി 7.52 തിരിച്ചെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിറ്റിഗേഷൻ്റെ കാര്യത്തിലും റിസലിയൻസിൻ്റെ റിസലിയൻസ് എന്ന് പറഞ്ഞാൽ പൂർവ്വസ്ഥിതിയിലോട്ട് എത്തുന്ന കാര്യത്തിലും പ്രശ്നങ്ങളെ ലഘൂകരിക്കുന്ന കാര്യത്തിലുമൊക്കെ ഇന്ത്യൻ എക്കണോമി വളരെ സ്ട്രോങ് ആണ്, അതിൻ്റെ ഫണ്ടമെൻ്റൽസ് വളരെ സ്ട്രോങ് ആണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിത് ഉദ്ദേശിച്ചത്. അതേസമയത്ത് ലോകരാഷ്ട്രങ്ങൾ ഇതിൽ നിന്ന് മുക്തി നേടിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ള കാര്യം. അപ്പോൾ ഇന്ത്യൻ എക്കണോമി താറുമാറായി എന്ന് പറയുന്നതിനോട് എനിക്ക് ഒട്ടും തന്നെ യോജിപ്പില്ലാത്ത ഒരു കാര്യമാണ്. പക്ഷേ അതിനകത്ത് ഞാൻ ചെറുതായി ഒന്ന് ആഡ് ചെയ്തോട്ടെ, ഞാൻ ഒന്ന് ആഡ് ചെയ്തോട്ടെ ശ്രീ എസ് എസ് നായർ. കാരണം എനിക്ക് എക്കണോമിക്സിനെ അങ്ങനെ നിങ്ങളെപ്പോലുള്ള വിദഗ്ധർ പറയുന്നതല്ലാതെ അറിയില്ല. ഞാൻ ഈ ഘട്ടത്തിൽ ഓർക്കുന്നത്, താങ്കളിപ്പോൾ പറഞ്ഞത് കൊണ്ട് ഓർക്കുന്നത് അഖിലേഷ് യാദവിൻ്റെ ഒരു നിരീക്ഷണമാണ്. അതായത് ഈ ഡീമോണിറ്റൈസേഷൻ്റെ കാലഘട്ടത്തിൽ, കാരണം ഇന്ത്യൻ എക്കണോമി പല ഘട്ടങ്ങളിലും മറ്റു രാജ്യങ്ങളെപ്പോലെ റെസിഷനൊക്കെ വന്ന് തകർന്നടിയുമ്പോൾ സാമ്പത്തിക മാന്ദ്യം, അപ്പോൾ ഇന്ത്യൻ എക്കണോമിയിൽ ഒരു സ്റ്റെബിലിറ്റി പലപ്പോഴും കാണാറുണ്ട്. എത്ര തകർന്നു വീണാലും, എത്ര മോശമായാലും സച്ചിൻ ടെണ്ടുൽക്കറിന് ഒരു നിലവാരം കാണുമെന്ന് പറയുന്ന കണക്ക് ഇന്ത്യയിലുണ്ട്. അത് ഇന്ത്യൻ ബാങ്കുകളിലും ആ ഒരു ആൾട്ടർനേറ്റ് എക്കണോമി ശക്തമായതുകൊണ്ടാണ് എന്നൊക്കെയാണ് ശ്രീ അഖിലേഷ് യാദവ് നിരീക്ഷിച്ചത്. ആ ആൾട്ടർനേറ്റ് എക്കണോമിയെ കൂടി തകർക്കുന്ന രീതിയിലേക്ക് മോദി പോയാൽ അതിന് പ്രാപ്തമായ ഒരു അവസ്ഥയിലേക്ക് രാജ്യം എത്താം എന്നൊക്കെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ കോവിഡ് കാലത്തും അല്ലെങ്കിൽ 36,000 കോടി ചിലവാക്കേണ്ടി വരുന്നു, ഇതൊക്കെ ഒരു സ്റ്റെബിലിറ്റി ആയിട്ട് കാണിക്കുമ്പോൾ അത് കൃത്യമായൊരു ആർക്കെങ്കിലും ഇപ്പോൾ ഭരിക്കുന്നവർക്ക് നേട്ടമുണ്ടാകുന്ന തരത്തിലുള്ളൊരു സ്റ്റെബിലിറ്റിയായി അതിനെ നിരീക്ഷിക്കാനാകുമോ ശ്രീ എസ് എസ് നായർ? ഇല്ല, അങ്ങനെ ആവില്ല. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എക്കണോമി സ്റ്റെബിലിറ്റി എന്ന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റെഗുലേറ്ററി സിസ്റ്റം ഇന്ത്യയിലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കാര്യമാണ്. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകളെ നിരീക്ഷിക്കുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു വാച്ച് ഡോഗാണ്. അതുപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസ് മേഖല നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ലൈഫ് ഇൻഷുറൻസ് മേഖല ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്ന ഒരു മേഖല കൂടിയാണ്. അതിനെ കൺട്രോൾ ചെയ്യുന്ന ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ നമ്മൾ നോക്കുകയാണെങ്കിൽ അതും ഒരു പ്രധാനപ്പെട്ട ഒരു വാച്ച് ഡോഗാണ്. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റുകളിലേക്ക് ഇതുപോലെ നേരത്തെ ഉണ്ടായിരുന്ന ആ സ്റ്റെബിലിറ്റിയുടെ പവർ, ഒരു അയൺ ഹാൻഡ് തുടർന്ന് നിലനിൽക്കാനാകുമോ? എൻ്റെ സംശയമാണ്. എനിക്കറിയില്ല, ഞാനൊരു വിദ്യാർത്ഥിയാണ് അർത്ഥത്തിൽ. ഇല്ല, ആ സംശയം അസ്ഥാനത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ എക്കണോമിക് സിറ്റുവേഷൻ, ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ എക്കണോമിക്സ് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ സോഷ്യലിസ്റ്റിക് പാറ്റേൺ ഓഫ് എക്കണോമിയിൽ നിന്ന് ഒരു മിക്സഡ് എക്കണോമിയിലോട്ട് ഇന്ത്യ കടന്നു വന്ന കാര്യം താങ്കൾക്ക് അറിയാവുന്നതാണ്. ഏതാണ്ട് 91-96 കാലഘട്ടത്തിലാണ്, ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിലാണ് നമുക്ക് LPG നിലവിൽ വരുന്നത്. ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും വരുന്നതും അതുപോലെ തന്നെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് കമ്മീഷൻ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ അതിന്ന് ഒരു അനിവാര്യമായിട്ടുള്ള ഘടകമായിട്ട് വന്നിരിക്കുന്നു. ഉദാഹരണത്തിന് എല്ലാ രാഷ്ട്രങ്ങൾക്കും കടമെടുക്കേണ്ടതായിട്ടുണ്ട്, സ്റ്റേറ്റുകൾ കടമെടുക്കുന്നു. അപ്പോൾ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടിയും അതുപോലെ തന്നെ ഫിസിക്കൽ ഡെഫിസിറ്റ് കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നൊരു മേഖലയായിട്ട് മാത്രം അതിനെ കണ്ടാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ താങ്കൾ ഇവിടെ ചോദിച്ചു, ഞാനും പല ചർച്ചകളിലും പങ്കെടുക്കുമ്പോൾ എന്നോട് പല ആളുകളും ചോദിക്കാറുണ്ട്, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുമ്പോൾ അത് ഇപ്പോൾ ഏതാണ്ട് 2022 തോന്നുന്നു സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കടന്നു വന്നപ്പോൾ പലരും പ്രൈവറ്റൈസേഷനെക്കുറിച്ചും പ്രൈവറ്റൈസേഷൻ ഇതാ കടന്നു വരുന്നു, തകർച്ചയുടെ വക്കിലാണ് ഇതൊക്കെ പറയുകയുണ്ടായി. പക്ഷേ ഇവിടെ ഏതാണ്ട് നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്നൊരു കാര്യം എന്താണെന്ന്, ഒരു ഓഫ് ലോഡിങ് നടന്നു എന്ന് മാത്രം നമുക്ക് പറയാൻ സാധിക്കും. ഡൈലൂഷൻ ഓഫ് അസറ്റ് കുറച്ച് നടന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധ്യമാവുള്ളൂ. ഉദാഹരണത്തിന് പറഞ്ഞാൽ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ കാര്യം മാത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് IPO രംഗത്ത് വന്ന അന്ന് മുതൽ 5 വർഷക്കാലത്തേക്ക് ഉള്ള കോർപ്പറേഷൻ്റെ ഭാവി നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഏതാണ്ട് നമ്മുടെ സ്റ്റോക്കിൻ്റെ അല്ലെങ്കിൽ സ്റ്റേക്കിൻ്റെ ഏതാണ്ട് 25% ഓഫ് ലോഡിങ് നടത്താൻ പാടില്ലെന്നാണ് ഭേദഗതി വരുത്തി വച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 5 വർഷം കഴിഞ്ഞാൽ ആൻഡ് ദെയർ ആഫ്റ്റർ
എന്നുള്ള കോൺസെപ്റ്റ് എടുത്ത് നോക്കുമ്പോൾ 49% താഴെ മാത്രമേ ഓഫ് ലോഡിങ് നടത്താവൂ എന്ന് പറയുമ്പോൾ 51%-ലധികം ഓഫ് ലോഡിങ് നടത്തുമ്പോഴാണ് അതൊരു പ്രൈവറ്റൈസേഷൻ മേഖലയിലോട്ട് പോകുന്നത്. അപ്പോൾ ഇതെല്ലാം അമെൻമെൻറ്റ്സിൽ കൂടി ഇവിടെ കൃത്യമായിട്ടുള്ള കണക്കുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇവിടെ പകരുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിനെ നമുക്ക് തള്ളി പറയാൻ സാധ്യമല്ല. ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ ഒരു ഇൻകമാണ്, നമ്മുടെ ഫണ്ട് റേസിംഗ് ആണ്, നമ്മുടെ ക്ഷേമ പദ്ധതികൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും, ഇൻഫ്രാസ്ട്രക്ചറിന് ഉപയോഗിക്കാൻ സാധിക്കും, ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഇതെല്ലാം നമ്മൾ പറയുമ്പോഴും ഇന്ത്യൻ എക്കണോമിയെ സംബന്ധിച്ചിടത്തോളം സ്ട്രോങ് ആണ്, സ്റ്റെബിലിറ്റി ഉള്ളതാണ് എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഒരുപാട് ട്രാൻസ്ഫർമേഷൻസ് കഴിഞ്ഞ 10-15 വർഷങ്ങളായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യയിൽ എന്നൊക്കെ പറയുമ്പോഴും ഒരു വെൽഫെയർ എക്കണോമിക്ക് വേണ്ടി ഇനിയും നമുക്ക് കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. വെൽഫെയർ എക്കണോമി ഞാൻ സൂചിപ്പിക്കുമ്പോൾ പ്രധാനമായിട്ടും ഞാൻ ഉദ്ദേശിക്കുന്നത് അത് രഞ്ജിത്ത് ശ്രീ കാർത്തികേയന് മനസ്സിലാകില്ല. അത് അദ്ദേഹം ആ ഒരു വെൽഫെയർ സ്റ്റൈലിലല്ല, ഒരു അല്ല, ഞാൻ ഒരു ഇന്റഗ്രൽ ഹ്യൂമനിസം എന്ന് പറയുന്ന വെൽഫെയർ സ്റ്റേറ്റും ഇന്റഗ്രൽ ഹ്യൂമനിസം, അതായത് ഏകാത്മ മാനവ ദർശനം കോൺസെപ്റ്റിലാണ് ഞങ്ങളുടെ ഒരു ട്രെയിനിങ്. ഡെവലപ്മെന്റ് ഉണ്ടാകണം. ഒരു വെൽഫെയർ സ്റ്റേറ്റിന്റെ കാര്യം നിങ്ങൾ വാസ്തവം പറഞ്ഞാൽ, എനിക്ക് വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഇന്ന് US-ലെ കാര്യം കൂടെ, രാമരാജ്യം അത് തന്നെയാണ്. രാമരാജ്യം 100%. കാരണം രാമരാജ്യം എന്ന് പറയുന്ന നിങ്ങളും ഇപ്പോഴത്തെ ഭരണാധികാരികൾ പറയുന്ന പോലല്ലേ യഥാർത്ഥ രാമന്റെ യഥാർത്ഥ രാജ്യം, നെഞ്ചും കൂടെ തകർന്ന് മരിച്ചുപോയ വയോവൃദ്ധന്റെ സങ്കല്പം. എന്തിനാണ് ഒരു പൂർത്തീകരിച്ചില്ല. ശ്രീ SS നായർ ഒന്ന് പൂർത്തീകരിക്കട്ടെ. ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ, നമുക്ക് തമ്മിലടിക്കാം. ശ്രീ SS ആ ഒരു പോയിന്റ് എന്നെ അവിടെ കൊണ്ടുവന്നതുകൊണ്ട് ഞാൻ റിട്ടാർട്ട് ചെയ്തേ ഉള്ളൂ. അങ്ങനെയാണല്ലോ ലോകം ആകരുതല്ലോ. അപ്പൊ അതുകൊണ്ട് അതിനൊരു റെസ്പോൺസ് വേണമല്ലോ അജിംഷാ. തീർച്ചയായിട്ടും എൻജോയ്. ശ്രീ SS കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ഒരുപാട് സംഭവിച്ചു. ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ഒരുപാട് സംഭവിച്ചു, ഒരുപാട് വളർച്ചകളുണ്ടായി, സമസ്ത മേഖലകളിലും ഗ്രോത്ത് ഉണ്ടായി. ഗ്രോത്ത് ഇല്ല എന്ന് നമുക്ക് പറയാൻ പാടില്ല. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ദാരിദ്ര്യ നിർമ്മാർജ്ജനം നമുക്ക് പരിപൂർണമാക്കാൻ സാധിച്ചിട്ടില്ല. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഏതാണ്ട് 12% ആളുകൾ ഇന്നും ദാരിദ്ര്യ മേഖലയിൽ ഉണ്ട്. അതുപോലെ തന്നെ ജോബ്ലെസ്, തൊഴിലില്ലായ്മ നമുക്ക് പരിഹരിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വീണ്ടും പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങൾ. അപ്പോൾ ഈ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കപ്പെടുമ്പോഴാണ് ഒരു വെൽഫെയർ എക്കണോമി നമ്മളെ തേടി വരുന്നത് എന്ന് എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും. ശ്രീ രഞ്ജിത്ത് കാർത്തികേയനിലേക്ക് പ്രധാനപ്പെട്ട കാര്യം ഇവിടെ സൂചിപ്പിക്കാതെ പോയൊരു പ്രധാനപ്പെട്ട പറഞ്ഞോളൂ, കംപ്ലീറ്റ് ചെയ്തോളൂ. എനിക്ക് രാജേന്ദ്രൻ പന്തളത്തിൽ മറ്റൊരു കാര്യം ഒരു മാധ്യമ പ്രവർത്തകൻ കർഷകൻ കൂടി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, അൺഓർഗനൈസ്ഡ് നായർ ഒന്ന് കംപ്ലീറ്റ് ചെയ്യും. അതെ. അപ്പോൾ ഒരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, അൺഓർഗനൈസ്ഡ് സെക്ടറിനെ കുറിച്ച് നമുക്ക് ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥ കൂടിയാണ് ഇന്നുള്ളത്. അൺഓർഗനൈസ്ഡ് സെക്ടറും അതുപോലെ പെൻഷൻ ഇല്ലാതെ കഷ്ടപ്പെടുന്ന ആളുകൾ, അതുപോലെ പെൻഷൻ ഉണ്ടായിട്ടും കഷ്ടപ്പെടുന്ന ആളുകൾ, ഈ മേഖലയെ ഒട്ടും ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല, അവഗണിക്കപ്പെടുന്ന ഒരു മേഖലയായിട്ട് എനിക്ക് തോന്നുന്നു. അത് അടുത്ത ചർച്ചയിൽ ഞാൻ വിശദീകരിച്ച് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ അത് ആ കാര്യം കൂടി എനിക്ക് പ്രധാനമായിട്ട് സൂചിപ്പിക്കുക. അപ്പോൾ അൺഓർഗനൈസ്ഡ് ഇല്ലാത്ത ആളുകൾ ഇവരുടെ അതിന്റെ ക്രക്സ് മാത്രം ഇപ്പോ പറഞ്ഞത് ഏതിലേക്ക് കൂടി പോകണം? വീണ്ടും നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു ചില മേഖലകളാണ് അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയുന്നത്. ഈ അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് വളരെ കുറവാണ്, അവരുടെ ഹെൽത്ത് വളരെ മോശമാണ്, അസംഘടിത മേഖല. അപ്പം ഇവിടെ പിന്നെ അതുപോലെ